ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പഴയ ചോറ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ഉറട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്ത പാത്രം കണ്ടല്ലോ, ആ കപ്പിന് 2 കപ്പ് ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബൗൾ നിറച്ച് 2 ബൗൾ ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത്, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇതുപോലെ ഇങ്ങനെ എടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലപോലെ ഇത് ഞെരടി എടുക്കണം. അപ്പോൾ ആവശ്യമുള്ള സാധനമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കറിക്കൊക്കെ അവിയലിനൊക്കെ എടുക്കുന്ന ജീരകം, അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒരിച്ചിരി കായപ്പൊടി, ഒരുപാട് വേണ്ട, ഒരിച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി ഉടച്ചെടുക്കണം. വെറുതെ നമ്മൾ പഴഞ്ചോറൊക്കെ ചിലപ്പോൾ വേണ്ടത് ചീത്തയായതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട്. അത് നമുക്കിപ്പോൾ പഴഞ്ചോറ് ഇച്ചിരി ബാലൻസ് വന്നു, അത് രാവിലെ മക്കൾ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളൂ. അവർക്ക് അറിയത്തില്ല ഇതെന്തുവാന്നുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ 2 കപ്പ്, ഈ ബൗളിനാണ് ഞാൻ 2 കപ്പ് ചോറെടുത്തേ. അതേ ബൗളിന് 1 കപ്പ് അരിപ്പൊടി, 1 ബൗൾ നിറച്ച അരിപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, ആവശ്യാനുസരണം കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ വെജിറ്റബിളിലുള്ള വെള്ളവും ആ ചോറിൻ്റെ മയമൊക്കെ കൊണ്ട് നല്ലപോലെ നനഞ്ഞ് കിട്ടണം. നല്ല കട്ടിക്കായതിരിക്കേണ്ട മാവ്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കണം. മാവെടുത്തിടരുത്. മാവെല്ലാം ഞാൻ ഇട്ട് കുഴച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കൈപ്പിടി നിറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ, 1-1.5 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് മതി വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്കതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ശകലം എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം പരത്തി കൊടുക്കുക. അപ്പോൾ അത് തന്നെ ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ച്, പാനം ചൂടായിരിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പരത്തിയെടുക്കുക. നൈസായിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് കുറേശ്ശെ എണ്ണയോ നെയ്യോ, ഇഷ്ടമുള്ളവർക്ക് നെയ്യോ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞെടുക്കണം. നല്ല മൊരിഞ്ഞ് കിട്ടണം, നല്ല മൊരാന്നിരിക്കണം. അങ്ങനെ അതിൻ്റെ മണവും രുചിയൊക്കെ വന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്ത് തീ കുറച്ച് വെച്ച് നല്ലപോലെ മൊരിച്ചെടുക്കണം. ഉള്ളു വെന്തില്ല എങ്കിൽ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ഉറട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.